പാസ്റ്റ് ടെൻസിലെ ആദ്യത്തെ സിമ്പിൾ പാസ്റ്റിലേക്ക് പോവാം. അപ്പോൾ പ്രസന്റ് ടെൻസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ അതിന് 4 ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെ 4 ഡിവിഷൻ. അതിൽ ആദ്യത്തേതാണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ പാസ്റ്റ് ഹാബിറ്റ് ഓർ റെഗുലർ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. പ്രസന്റിൽ നടക്കുന്നതാണെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടെ പാസ്റ്റില് ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഹാബിറ്റ്, ഒരു റെഗുലർ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്, നേരത്തെ ഉണ്ടായിരുന്ന ഒരു ശീലം, അതിനെ കാണിക്കാൻ നമുക്ക് ഏത് ടെൻസ് യൂസ് ചെയ്യാം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹി വെന്റ് ടു കോളേജ് എവറി മോർണിംഗ്. അവൻ എല്ലാ ദിവസവും കോളേജിൽ പോകുമായിരുന്നു എന്ന് പറയില്ലേ. എല്ലാ ദിവസവും കോളേജിൽ പോകുമായിരുന്നു, നേരത്തെ പാസ്റ്റില് പോയിക്കൊണ്ടിരുന്നതാണ്, ഇപ്പൊ പോകുന്നില്ല. അപ്പോൾ അത് നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ പറയാം, അല്ലേ? അതുപോലെ രണ്ടാമത്തെ കേസിൽ ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ബിഗൻ ആൻഡ് എൻഡഡ് ഇൻ ദ പാസ്റ്റ്. നേരത്തെ തുടങ്ങി നേരത്തെ തന്നെ അവസാനിച്ചു, പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ അവസാനിച്ചു, അങ്ങനെയുള്ള ആക്ഷൻസിനെ കാണിക്കാൻ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഷാജഹാൻ ബിൽഡ് ദ താജ്മഹൽ ലോങ് എഗോ, അല്ലേ? ഷാജഹാൻ താജ്മഹൽ ഉണ്ടാക്കിയത് പണ്ടാണ്, പാസ്റ്റിലാണ്. ആ പാസ്റ്റിൽ തന്നെ അതിന്റെ പണി കഴിയുകയും ചെയ്തു. അപ്പോൾ അത് നമുക്ക് എന്തെഴുതാം? ഷാജഹാൻ ബിൽഡ് ദ താജ്മഹൽ ലോങ് എഗോ. അതൊരു സിമ്പിൾ പാസ്റ്റിൽ നമുക്ക് പറയാൻ പറ്റും. അടുത്തത്, നമ്മൾ സാധാരണ സ്റ്റോറി പറയുമ്പോൾ എല്ലാം സിമ്പിൾ പാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ നറേറ്റ് എ സ്റ്റോറി. സ്റ്റോറി പറയുന്ന സമയത്ത് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതിൽ കൂടുതൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും. വൺസ് അപ്പോൺ എ ടൈം ദേർ ലിവ്ഡ് എ കിങ്. പണ്ടൊരിക്കൽ ഒരു രാജാവ് ജീവിച്ചിരുന്നു. പണ്ടൊരിക്കൽ, എല്ലാം പാസ്റ്റ് ആണ്. പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം, ഒരു പാസ്റ്റിലുണ്ടായിരുന്ന ഒരു ഹാബിച്വൽ ആക്ഷൻ, അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു നടന്ന സംഭവം, ഇതിനെയൊക്കെ നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യാം. സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇതിന്റെ ജനറൽ ഫോർമാറ്റ് നമുക്ക് എടുക്കാം. എങ്ങനെയാണ് ഇതിന്റെ ജനറൽ ഫോർമാറ്റ് എടുക്കുന്നത്? നോക്കി, ആദ്യം നമുക്ക് സബ്ജക്റ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റ്, ഇതിന്റെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതിന് നൗണോ പ്രൊനൗണോ ആവാം. സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, രണ്ടാമത് വരുന്നത് ഇവിടെ നോക്കി, ഇവിടെ വെന്റ് ആണ്. വെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്, അല്ലേ? ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. ഗോയുടെ കൂടെ ഡിഡ് ചേരുമ്പോഴാണ് വെന്റ് വരുന്നത് നമുക്കറിയാം. ഗോയുടെ കൂടെ ഡു ചേരുമ്പോൾ ഗോ തന്നെയാണ്. ഗോയുടെ കൂടെ ഡസ് ചേരുമ്പോൾ ഗോസ് ആണ്. ഗോയുടെ കൂടെ ഡിഡ് ചേരുമ്പോൾ വെന്റ് ആണ് നമുക്കറിയാം. അതുകൊണ്ട് അവിടെ ഡിഡ് ചേർന്ന്, അല്ലേ? ഗോ പ്ലസ് ഡിഡ് ആണ്. ഇവിടെ നോക്കി, ഇതിനകത്ത് ബിൽറ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡ്, BUILD പ്ലസ് ഡിഡ് ആണ് ബിൽറ്റ് ആണല്ലോ. അവിടെയും ഡിഡ് വന്നു. ഇത് നോക്കി, ദർ ലിവ്ഡ്. ലീവ് പ്ലസ് ഡിഡ് ആണ് ലിവ്ഡ്. അതുകൊണ്ട് അവിടെയും എന്ത് വന്നു? ഡിഡ് വന്നു. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാം. എല്ലാത്തിനും ഡിഡ് വരും, ഡിഡ് ഫോം വരും. ഡിഡ് ഫോം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോം വരും. അപ്പോൾ ആ ഡിഡ് പ്ലസ് വെർബ് പ്ലസ്, അല്ലെങ്കിൽ ഡിഡ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, വെർബിന്റെ ഡിഡ് ഫോം ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്, മറന്നു പോകരുത്. സബ്ജക്റ്റ് പ്ലസ് ഡിഡ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. വെർബിന്റെ ഡിഡ് ഫോം ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്യും. സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബിന്റെ ഡിഡ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പിൾ പാസ്റ്റിൽ പറയേണ്ടത്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരു പാസ്റ്റ് ഹാബിറ്റ് അല്ലെങ്കിൽ റെഗുലർ ആക്ഷൻ ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. പിന്നെ പറയേണ്ടത് എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ബിഗൻ ആൻഡ് എൻഡഡ് ഇൻ ദ പാസ്റ്റ്. മൂന്നാമത്തത് നറേറ്റ് എ സ്റ്റോറി. ഇത്രയുമാണ് ബേസിക് ആയിട്ട് ഈ സിമ്പിൾ പാസ്റ്റിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിന്റെ ഫോം എന്തായാലും ഓർത്തിരുന്നോണം. വെർബിന്റെ രണ്ടാമത്തെ ഫോം V2 ഫോം, അതായത് ഡിഡ് ഫോം ഓഫ് ദ വെർബ്, പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് നമുക്ക് പറയാം. അതിനനുസരിച്ച് നമുക്ക് സബ്ജക്റ്റിന്റെ കൂടെ ഡിഡ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ മറ്റേത് സിമ്പിൾ പ്രസന്റ് ഡു ഓർ ഡസ് ആയിരുന്നു. ഡു ഓർ ഡസ് മാറി ഇവിടെ ഡിഡ് വന്നു എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെയും കണക്ട് ചെയ്ത് പഠിക്കാം. അത് അവിടെ സബ്ജക്റ്റിന്റെ കൂടെ ഡു ഓർ ഡസ് ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ ഡിഡ് ആയി. ഇത് പിന്നെ സിംഗുലറിലൂടെ പ്ലൂറലിലൂടെ എല്ലാം ഡിഡ് തന്നെയാണ്. അവിടെ നമുക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. പ്രസന്റ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ സിംഗുലറും പ്ലൂറലൊക്കെ നോക്കിയില്ലേ. ഇവിടെ അങ്ങനെ നോക്കേണ്ട കാര്യമേ ഇല്ല. സിമ്പിൾ പാസ്റ്റിൽ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് ഡിഡ് ഉപയോഗിച്ച് എഴുതാൻ പറ്റും. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് മനസ്സിലായല്ലോ. അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് വാസ് കണ്ടിന്യൂയിങ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ഷൻ. പാസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ പറയാം. പക്ഷെ പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ,
പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ദ choir വാസ് സിംഗിങ് സോങ്സ് പറയുന്ന സമയത്ത് അന്ന് ആ കൊയർ അങ്ങനെ പാടിക്കൊണ്ടിരുന്നതായിരുന്നു. പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? അത് പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയാം. അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് അത് ഉപയോഗിക്കുന്നത് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ഓഫ് ലോങ്ങർ ഡ്യൂറേഷൻ. ഫോർ എക്സാമ്പിൾ വെൻ ഐ റീച്ച്ഡ് ഹിസ് ഹൗസ് ഹി വാസ് സ്ലീപ്പിംഗ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. ഓക്കെ, അതായത് അവിടെ ചെന്ന് കാണുമ്പോൾ ഉള്ള കാഴ്ച കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇതവൻ കാണുമ്പോൾ, അവനവിടെ ചെല്ലുമ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അത് പാസ്റ്റ് കണ്ടിന്യൂസിൽ നമുക്ക് പറയാം. മൂന്നാമത്തെ കേസ് നോക്കി, ഡിസ്ക്രൈബ് സിറ്റുവേഷൻസ് വൈൽ ടെല്ലിംഗ് സ്റ്റോറീസ്. കഥ പറയുമ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനുകൾ പറയുമ്പോൾ, കഥ പറയുന്നത് നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണെന്ന് പറഞ്ഞു അല്ലേ. ഏതെങ്കിലും സിറ്റുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ കഥയിൽ തന്നെ അന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയത്തില്ലേ. അതായത് മോബ് വാസ് ചേസിങ് ദ കിങ്, ചേസിങ് ദ തീഫ്, കള്ളനെ പിന്തുടരുകയായിരുന്നു. ആ സമയത്ത് വേറെന്തോ സംഭവിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു അല്ലേ. അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ, സ്റ്റോറിയെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക്, ഈ സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഉപയോഗിക്കാം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ഓക്കെ, നാലാമത്തെ കേസ് നമുക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ നടന്ന ഒരു സംഭവത്തെ പറ്റി പറയുമ്പോൾ, എക്സ്പ്രസ് ആക്ഷൻസ് ദാറ്റ് വെർ ഹാപ്പനിങ് അറ്റ് പർട്ടിക്കുലർ ടൈം ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം തന്നിട്ട് ആ ടൈമിൽ നടക്കുകയായിരുന്നു. 8 മണിക്ക് അവൻ സ്കൂളിൽ പോവുകയായിരുന്നു എന്ന് പറയില്ലേ. അല്ലെങ്കിൽ 10 മണിക്ക് അവൻ സ്കൂളിൽ പോവുകയായിരുന്നു, അപ്പോൾ വേറെ സംഭവിച്ചു, അത് പോവുകയായിരുന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള കേസിൽ ഫോർ എക്സാമ്പിൾ അറ്റ് 8 AM he was driving to office. 8 മണിക്ക് അവൻ ഓഫീസിലേക്ക് പോവുകയായിരുന്നു എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇതിന്റെ ജനറൽ ഫോം ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറഞ്ഞാൽ ആമീസാർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് ആയിരുന്നു അല്ലേ. ആമീസാർ പ്ലസ് ING ഫോം ആയിരുന്നു. ഇവിടെ നമുക്ക് അത് എന്ത് ചെയ്യാം? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പറയാം. കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. പ്രസന്റ് കണ്ടിന്യൂസിലാണെങ്കിൽ ആമീസാർ പ്ലസ് ING, പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ വാസ് വെയർ പ്ലസ് ING ഫോം. അത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. വാസ് എന്ന് പറയുന്നത് നമുക്ക് സിംഗുലറിലൂടെ യൂസ് ചെയ്യാം, വെയർ എന്ന് പറയുന്നത് പ്ലൂറലിലൂടെ യൂസ് ചെയ്യാം. ഒരു സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഒന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് വാസ് യൂസ് ചെയ്യാം. സബ്ജക്റ്റ് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വെയർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ആക്ഷൻ ദാറ്റ് വാസ് കണ്ടിന്യൂയിങ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി കാണിക്കുമ്പോൾ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. അതിന്റെ ജനറൽ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. വാസ് യൂസ് ചെയ്യേണ്ടത് സിംഗുലറിന്റെ കൂടെ, വെയർ യൂസ് ചെയ്യേണ്ടത് പ്ലൂറലിന്റെ കൂടെയാണ്. ഓക്കെ, അപ്പോൾ 2 ടെൻസ് കഴിഞ്ഞു. ഒന്ന് സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു, പാസ്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. അടുത്തതിലേക്ക് പോകാം. പെർഫെക്റ്റ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് പാസ്റ്റിൽ നടന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ 2 കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് സാധാരണ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം ജസ്റ്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരു സംഭവം നടന്നു എങ്കിൽ ആദ്യം നടക്കുന്നത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലും പറയാം. ഓക്കെ, it shows an action completed in the past before another action began. ഒരു ആക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയാണെങ്കിൽ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. ഇത് രണ്ടും പാസ്റ്റിലാണ്, ഓർത്തുകൊള്ളുക. പാസ്റ്റില് ഒരു ആക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ആക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയല്ലേ. അതായത് ഞാൻ അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് ട്രെയിൻ പോയി അല്ലേ, പലപ്പോഴും പറയുന്നതല്ലേ. ഞാൻ അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് ബസ് പോയി അല്ലേ. ഞാൻ അവിടെ എത്തിയപ്പോൾ, അതായത് എത്തുന്നതിന് തൊട്ട് മുമ്പ് ആ ബസ് വന്നു എന്നൊക്കെ നമ്മൾ പറയല്ലേ സാധാരണ. അപ്പോൾ അതില് ആദ്യം നടന്ന കാര്യം ബസ് വന്നതാണ്, പിന്നീടാണ് ഞാൻ അവിടെ എത്തിയത്. ആദ്യം നടന്ന സംഭവത്തെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിൽ പറയാം. രണ്ടാമത് നടന്ന സംഭവത്തെ നമുക്ക് സിമ്പിൾ പാസ്റ്റ്. ഇതാണ് സാധാരണയായിട്ട് ചോദിക്കുന്നത്, എക്സാമിനൊക്കെ ചോദിക്കുന്ന ഈ 2 കേസാണ്. അപ്പോൾ ഓർത്തോളുക, ആദ്യം നടക്കുന്ന കാര്യം, ജസ്റ്റ് ഫിനിഷ് ചെയ്ത കാര്യം, ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത കാര്യം നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിൽ പറയാം. ഓക്കെ, അതല്ലാതെ രണ്ടാമത്തെ കേസ് നമുക്ക് എന്തിൽ പറയാം? സിമ്പിൾ പാസ്റ്റിലും പറയാം. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ ഫ്ലൈറ്റ് ഹാഡ് ലാൻഡഡ് വെൻ ഐ റീച്ച് ദ എയർപോർട്ട്. ഞാൻ എയർപോർട്ടിൽ
എത്തിയപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു, ഓൾറെഡി ലാൻഡ് ചെയ്തു, എത്തുന്നതിന് മുമ്പ് തന്നെ ലാൻഡ് ചെയ്തു. അപ്പോൾ ആദ്യം നടന്ന സംഭവം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിൽ പറയാം. അടുത്ത രണ്ടാമത്തത് സീത ഹാഡ് ലെഫ്റ്റ് ദ ഹൗസ് വെൻ ഐ റീച്ച് ദേർ. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും സീത പോയി കഴിഞ്ഞു. അപ്പോൾ സീത പോയത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിൽ പറയാം, ഞാൻ അവിടെ എത്തിയത് സിമ്പിൾ പാസ്റ്റിൽ പറയാം. ഓക്കെ, ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഫോർമാറ്റ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് സബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റിലാണെങ്കിൽ ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്തല്ലേ. പ്രസന്റ് പെർഫെക്റ്റിലാണെങ്കിൽ ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്തു. പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ഫോം ദാറ്റ് ഈസ് ഹാഡ്. ഓക്കെ, ഹാഡ് പ്ലസ് അവിടെ നമ്മൾ V3 യൂസ് ചെയ്തു, ഇവിടെയും V3 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. V3 പ്ലസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. V3 പ്ലസ് ഒബ്ജക്റ്റ്. V3 എന്താണ് ഞാൻ അവിടെ പറഞ്ഞിരുന്നു അല്ലേ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ഒരു അതിന്റെ ബേസ് ഫോം ഉണ്ട്, പാസ്റ്റ് ഫോം ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, 3 ഫോമാണുള്ളത്. അപ്പോൾ അതിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോം ഓഫ് ദ ഒബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, അതാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനോട് ഉപയോഗിക്കുന്നത് ഹാഡ് ആണ്. ഇവിടെ സിംഗുലർ എന്നോ പിന്നെ പ്ലൂറൽ എന്നോ നോക്കേണ്ട കാര്യമില്ല. സിംഗുലറിന്റെ കൂടെയും പ്ലൂറലിന്റെ കൂടെയും നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, ദ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റ് ആണ്, അതിന്റെ കൂടെ ഹാഡ് വന്നു, അതിന്റെ കൂടെ V3 വന്നു അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് വന്നു, അതിനുശേഷം ഒബ്ജക്റ്റ് വന്നു. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് എഴുതേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ് എന്ത് പാസ്റ്റ് കണ്ടിന്യൂസിന് നമ്മൾ ഉപയോഗിക്കുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ഒരു സിമ്പിൾ പാസ്റ്റിന് തൊട്ട് മുമ്പ് നമുക്ക് നടന്ന സംഭവങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മിക്കവാറും ചോദിക്കുന്നത്. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ആദ്യം നടന്നത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് അത് പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിലും അതല്ല, ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത കാര്യത്തിലല്ലേ പറഞ്ഞത്. ഇത് പാസ്റ്റിൽ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത കാര്യം അത് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അതിനകത്ത് ഹാസ് ഓർ ഹാവിന് പകരം ഹാഡ് വന്നു, അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമുക്ക് നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യം, പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യം അതിന്റെ എഫക്റ്റ് പാസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള മീനിങ്ങിൽ വരും. അത് വളരെ റെയർ ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, എങ്കിലും അത് പഠിക്കണം നമുക്ക്. Used to report an action or event that occurred before certain point of time in the past, the effect of while which are still visible refer to the past. നമ്മൾ ആ പാസ്റ്റിൽ പറയുന്ന സമയത്ത് അപ്പോഴും അതിന്റെ എഫക്റ്റ് നിലനിൽക്കുന്നു, പക്ഷെ നേരത്തെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അങ്ങനെ ഒരു യൂസേജ് ആണ് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് വരുന്നത്. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്തായിരുന്നു, നേരത്തെ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നേരത്തെ തുടങ്ങി അത് ഈ പാസ്റ്റിൽ പറയുന്ന സമയത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ജനറൽ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ആണല്ലോ. ഹാസ് ഓർ ഹാവ് ബീൻ ING ആയിരുന്നു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ നമ്മൾ പഠിച്ചത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് നോക്കിയേ, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവിന് പകരം ഹാഡ് വരും, അത്രേ ഉള്ളൂ. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. എല്ലാത്തിനും ജനറൽ ഫോർമാറ്റ് നമ്മൾ ഒരെണ്ണത്തിന് പഠിച്ചാൽ മതി, ഫസ്റ്റിലെ പഠിച്ചാൽ മതി, പ്രസന്റിന് പഠിച്ചാൽ മതി. പാസ്റ്റിന് എല്ലാത്തിനും അതിന്റെ പാസ്റ്റ് ഫോം അങ്ങ് എഴുതിയാൽ മതി. നമുക്കറിയാം ഹാസ് ഓർ ഹാവിന്റെ പാസ്റ്റ് ഫോം ഹാഡ് ആണെന്നല്ലേ, ആ ഹാഡ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഹാസ് ഓർ ഹാവ് വരുവാണെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഹാഡ് വരുവാണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത്ര സിമ്പിളാണ്, വളരെ സിമ്പിളാണ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ജനറൽ ഫോർമാറ്റ് എന്താണ്, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ ഉണ്ടേ മറന്നു പോകരുത്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതിന് നമുക്കൊരു ബീനും കൊണ്ട് നമ്മൾ കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. Subject plus had plus been plus ING form of the verb plus object. For example, the girl had been flying kites since childhood. Had വന്നു, been വന്നു, ING form of the verb വന്നു, ഒബ്ജക്റ്റ് വന്നു. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇത്രയും സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ പാസ്റ്റിന്റെ 4 ഫോം നമ്മൾ പറഞ്ഞത്, സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു, പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് പറഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞു. ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും സിൻസിന്റെയും ഫോറിന്റെയും യൂസേജ് ഓർത്തിരിക്കണം. സിൻസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം നമുക്ക് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മുതൽ എന്ന് ഓർത്തിരുന്നാൽ ചൈൽഡ്ഹുഡ് മുതൽ 8 മണി മുതൽ സിൻസ് 8 AM, സിൻസ് ചൈൽഡ്ഹുഡ് അല്ലേ. ഇനി 4 വരുന്ന എവിടെയാണ്, 10 വർഷമായി എനിക്കറിയാം,
അല്ലെങ്കിൽ 8 വർഷമായി ഞാൻ ഓടാൻ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആയി എന്നുള്ള മീനിങ് അല്ലേ. ഒരു പീരീഡ് ഓഫ് ടൈം വരികയാണെങ്കിൽ, എക്സാക്ട് ടൈം അറിയില്ല, പീരീഡ് ഓഫ് ടൈം വരികയാണെങ്കിൽ നമുക്കതിനെ ഫോർ കൊണ്ട് യൂസ് ചെയ്യാം. അത് മറന്നു പോകരുത്. അവിടെ അത് ഇതിലും വരുന്നതാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. പിന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ആ സിമ്പിൾ പാസ്റ്റിന്റെയും പാസ്റ്റ് പെർഫെക്റ്റിന്റെയും യൂസേജ് ആണ്. പാസ്റ്റിൽ നടന്ന 2 കാര്യങ്ങളാണ്. അതിൽ ആദ്യം നടന്ന കാര്യത്തിന് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കൊണ്ട് പറയാം, രണ്ടാമത് നടന്ന കാര്യത്തിന് സിമ്പിൾ പാസ്റ്റ് കൊണ്ടും പറയാം. അത്ര സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ 8 ടെൻസ് കഴിഞ്ഞു, ടെൻസിന്റെ 8 ഡിവിഷൻസ് കഴിഞ്ഞു. സിമ്പിൾ പ്രസന്റ് പറഞ്ഞു, സിമ്പിൾ പ്രസന്റ് ഡു ഓർ ഡസ്, അത് സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഡിഡ് ആയി അല്ലേ. പ്രസന്റ് കണ്ടിന്യൂസിൽ ആം ഈസ് ആർ പ്ലസ് ING, പാസ്റ്റ് വന്നപ്പോൾ വാസ് വെയർ പ്ലസ് ING ആയി അല്ലേ. പ്രസന്റ് പെർഫെക്റ്റിലെ ഹാസ് ഓർ ഹാവ്, പാസ്റ്റ് വന്നപ്പോൾ ഹാഡ് ആയി. ബാക്കിയെല്ലാം സെയിം തന്നെ. അതിലെ ആം ഈസ് ആർ ബീൻ പ്ലസ് പ്രസന്റ് കണ്ടിന്യൂസിലെ എന്താണ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് ING, പാസ്റ്റ് വന്നപ്പോൾ ഹാഡ് ബീൻ പ്ലസ് ING. ഓക്കെ, ഇത്രയും മാത്രമേ അതിനകത്ത് 4 കാര്യങ്ങൾ, അതിൻ്റെ ജനറൽ ഫോം, ബേസിക് ഫോം നമുക്ക് പഠിക്കാൻ ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഫോർമാറ്റും ഇപ്പോൾ പഠിച്ചിരിക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ.